ബേത്തൂർപ്പാറയിൽ ഭീതി വിതച്ച് കാട്ടുപോത്തുകൾ. രാത്രിയും പകലുമായി കാട്ടുപോത്തുകൾ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ കൃഷിനാശമാണ് പ്രദേശത്ത് ഉണ്ടാകുന്നത്. റോഡുകളിൽ കൂട്ടമായി നിലയുറപ്പിച്ച് ഗതാഗത തടസ്സമുണ്ടാക്കുന്നതും പതിവാണ്. ജനവാസ മേഖലയാണ് ബേത്തൂർപ്പാറയിലെ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം. നൂറുകണക്കിന് വീടുകളുണ്ട്. ഈ റോഡിലൂടെ വേണം കുട്ടികൾ ഉൾപ്പെടെ വിദ്യാലയങ്ങളിലേക്ക് സഞ്ചരിക്കാൻ. ആ സമയത്താണ് കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം ഇവിടെ രൂക്ഷമാവുന്നത്. തലപ്പാറ, നൂഞ്ഞിങ്ങാനം പ്രദേശങ്ങളിൽ ഭീതി പരത്തുകയാണ് കാട്ടുപോത്തുകൾ. കുഞ്ഞുൾപ്പെടെ 9 എണ്ണം പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലുമായി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന ഇവ കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട്. ഗ്രാമീണ റോഡിൽ കൂട്ടമായി നിലയുറപ്പിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ കുട്ടികളടക്കം ഒട്ടേറെ ആളുകൾ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും കാട്ടുപോത്തുകൾ റോഡിലിറങ്ങാൻ തുടങ്ങിയതോടെ രക്ഷിതാക്കളും കുട്ടികളെ പുറത്തുവിടുന്നത് നിർത്തി. ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുട്ടികളില്ലതുകൊണ്ട് പുറത്ത് കളിക്കാൻ പോലും അവർക്ക് പേടി. ഇപ്പോൾ വീട്ടിൻ്റെ അടുത്ത് മിറ്റം വരെ വരുന്നുണ്ട്. പാണ്ടി വനമേഖലയിൽ നിന്നാണ് കാട്ടുപോത്തുകൾ നാട്ടിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി വള്ളിവളപ്പിലെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ ഇവ നിലയുറപ്പിച്ചിട്ടുണ്ട്. നാട്ടിലേക്കിറങ്ങിയ കാട്ടുപോത്തുകളെ ഉൾവനത്തിലേക്ക് കയറ്റാൻ വനം വകുപ്പിന്റെ RRT സംഘം ഇറങ്ങിയെങ്കിലും ജനവാസ മേഖലയായതിനാലുള്ള പ്രതിസന്ധിയാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. കാട്ടുപോത്ത് ഉണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് രാവിലെയാണ് ഇൻഫോം കിട്ടുന്നത്. നമ്മൾ സ്പോട്ടിലെത്തി പിന്നെ പ്രദേശം കുറേ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഇവിടെ കാൽപ്പാട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നാട്ടുകാരും എല്ലാവരും കൊണ്ട് നമ്മൾ തുടർന്നുള്ള സ്വീകരിക്കുന്നതായിരിക്കും. കാട്ടുപോത്തുകളുടെ വിഹാര കേന്ദ്രമായതിനാൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കും ധൈര്യത്തോടെ ജോലിക്കിറങ്ങാൻ കഴിയുന്നില്ല. അപകടങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് ഇവയെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 5 കാട്ടുപോത്തുകൾ ഈ പ്രദേശത്തുണ്ടെന്ന് വനം വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കർഷക ജനതയുടെ കൃഷിഭൂമി മുഴുവൻ കാട്ടുപോത്തുകൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്ത് കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ചാൽ ഇതിന് ഭാഗികമായെങ്കിലും പരിഹാരമാകും. ബേത്തൂർപ്പാറയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ, 24. പൊതുജനം കഴുതയല്ല സാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ കാൽപ്പാട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നട്ടു നനച്ച് വളർത്തിയതെല്ലാം ഇങ്ങനെ ചവിട്ടി മെതിച്ച് പോകുന്ന കൺമുന്നിൽ കാണുകയാണ് ബേത്തൂർപ്പാറ നിവാസികൾ. ഇപ്പോഴത്തെ വനം വകുപ്പിന്റെ RRT സംഘത്തിന്റെയോ നടപടികൾ പോരാ. കൂടുതൽ ശക്തമായ നടപടികൾ ഈ കാട്ടുപോത്തിനെ വനാതിർത്തിയിൽ തടയാൻ വേണമെന്നതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അവരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. കുറച്ച് കാലമായിട്ട് ഉണ്ട്, കാട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുമ്പേ ഒരു കാട്ടിയേ ഉണ്ടായിരുന്നു. പിന്നെ അത് 2ആയി, പിന്നെ 5ആയി, ഇപ്പോൾ 9 കാട്ടിയാണ് വന്നു കൂടിയിട്ടില്ലേ. നല്ലോണം ബുദ്ധിമുട്ട് തന്നെ. അതിനായിട്ട് ബുദ്ധിമുട്ടില്ല. അതിൻ്റെ ഇവിടെ മാത്രമല്ല, തോട്ടത്തിലേക്കും ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ കുറേ താഴെയില്ല നമ്മുടെ തോട്ടമെല്ലാം ആടെ ഇറങ്ങി. ഇത് ഇവർ മുമ്പേ എല്ലാം ഈ റോട്ടിന് മീത്തല കാടേ തിന്നുകൊണ്ടായിട്ടുള്ളൂ. ആടെല്ലാം ഇതെല്ലാം തിന്നുകൊണ്ടായി. മറ്റേ കൗകും തൈ മറ്റേ തെങ്ങെല്ലാം അവരെല്ലാം തിന്നുകൊണ്ടായി. ഇപ്പോൾ ഇതാ വീട്ടിൻ്റെ 20ഓളം വന്ന് ഇത് ഒരു ഇതില്ലാതെ വീട്ടുകാരെങ്ങും ഒരു പേടിയില്ലാതെ അങ്ങനെ ആകാൻ തുടങ്ങി. രാവിലെ ഒന്ന് രാത്രി ഒരു 6-7-8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കാണാൻ. കുന്നിൻ്റെ ആ മുകൾ ഭാഗത്ത് ആടെ കുറച്ച് കാട് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതേമാതിരി ആ മുകളിലെ ഇതിലെ സഞ്ചാരം അങ്ങനെ രാത്രിയാകുമ്പോൾ പല സ്ഥലങ്ങളിലും വരും. കാട്ടിൽ 5-6 മാസം ആയി ഇവിടെ നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങിയത്. ആദ്യം ഒന്ന് മാത്രമാണ് വന്നത്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് കുറേ അമ്മയും കുട്ടികളെല്ലാം ആയിട്ട് കുറേ വന്നു. നമുക്ക് അധികം ഇതിലെ കുട്ടികൾ സ്കൂളിൽ ഈ വഴിയിലൂടെ നടന്നിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ ഉള്ളൊരു സംഭവം ആണ്. അങ്ങനെ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശല്യത്തിൽ നിന്ന് നമ്മളിനി പോകുന്നത് മനുഷ്യർക്ക് തന്നെ പാരയാകുന്ന ശല്യം ചെയ്യുന്ന ഒരു സംഭവത്തിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.